ആണ് ഒരു കുട്ടി ക്ലാസ്സിൽ തട്ടമിട്ട് വന്നതും കന്യാസ്ത്രീക്ക് കൺട്രോൾ പോയതും ഇപ്പൊ ഈ കാണുന്ന വിവാദമൊക്കെ ഉണ്ടായതും. അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം എത്തിയിരിക്കുകയാണ്. സംഘികൾ ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ്. അവർക്ക് ഒരു സുവർണ അവസരം വീട് കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ച് നമുക്കിത് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അവസരം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു കാര്യവുമില്ലാതെ പൊട്ട ഇംഗ്ലീഷ് പറയുന്ന ആ ടീച്ചർ ഉണ്ടല്ലോ, ആ കന്യാസ്ത്രീ, അവർ ഈ ഉടുപ്പുമിട്ട് ഇതേ ഉടുപ്പിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങി നടന്നാൽ ഇതേ സംഘികളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും. മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലും കിട്ടും. ഇതുപോലെ നിർബന്ധമായി കുരിശ് വരയ്ക്കാനൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ മതി, ജയിലിൽ പോവും. എങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഈ തട്ടമിടുന്നതിന്റെ പേരിൽ സംഘികളുടെ തല്ലുകൊള്ളുന്ന കന്യാസ്ത്രീകൾ ഇവിടെ ഒരു 13-കാരിയെ ചട്ടം പഠിപ്പിക്കുകയാണ്, നിയമം പഠിപ്പിക്കുകയാണ്, പഠിത്തം മുടക്കുകയാണ്. സംഘികൾക്ക് ആയുധം സപ്ലൈ ചെയ്യുകയാണ്. നാണമില്ലേ സ്ത്രീയെ? നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ? നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ ജീവൻ കൈ പിടിച്ച് പേടിച്ച് ചുരിദാറിട്ടാണ് നടക്കുന്നത്. തല്ലിക്കൊള്ളും എന്ന് പേടിച്ച്. നാണമില്ലേ സ്ത്രീയെ? നിങ്ങൾക്ക് ഒരു 13-കാരിയെ വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ. Anyway, we will follow management respective rules and regulation, the same institution in St. Rita's Public School. Surely we will follow that. ഈ കന്യാസ്ത്രീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവർ ഈ കുഴൽ ഉടുപ്പും തട്ടവും ഇട്ട് നിന്ന് വിഷം ചീറ്റണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ ഈ ആളുകൾ കണ്ടാൽ പേടിക്കുന്ന വിചിത്ര വേഷത്തിൽ എന്തിനാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്?